ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. സകലനിഗമഗീതാം ബ്രഹ്മവിദ്യാം വിശുദ്ധാം നിജഗുരുരമണേഷ്ടാം ശങ്കരാചാര്യകുഷ്ഠാം ദദതി കരുണയായേ പ്രൗഢഗംഭീരവാച. രമണചരണതീർത്ഥാൻ ദേശികാൻ താൻ നമാമഃ. ധോഭിർയുക്താ ചതുർഭിः സ്ഫടികമണിമയീം അക്ഷമാലാം ദദാന ഹസ്തേനൈകേന പദ്മം സിതമപി ച ശുകം പുസ്തകം ചാപരേണ ഭാസാകുന്ദേന്ദുശങ്കസ്ഫടികമണിനിഭा ഭാസമാനാ സമാനാ സാ മേ വാഗ്ദേവതേയം നിവസതു വദനേ സർവദാ സുപ്രസന്നാ. കൂജന്തം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാ വന്ദേ വാത്മീകികോകിലം. വാത്മീകേർമുനിസിംഹസ്യ കവിതാവനചാരിണഃ ശൃണ്വन् രാമകഥാനാദം കോ ന യാതി പരാം ഗതിം. യഃ പിബൻ സതതം രാമചരിതാമൃതസാഗരം അതൃപ്തസ്തം മുനിം വന്ദേ പ്രാചേതസമകൽമഷം. ഗോഷ്പദീകൃതവാരാശിം മശകീകൃതരാക്ഷസം രാമായണ മഹാമാല രത്നം വന്ദേ അനിലാത്മജം. അഞ്ജനാനന്ദനം വീരം ജാനകീശോകനാശനം കപീശം അക്ഷഹന്താരം വന്ദേ ലങ്കാഭയങ്കരം. മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാദാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. യത്ര യത്ര രഘുനാഥകീർത്തനം തത്ര തത്ര കൃതമസ്തകാഞ്ജലിം ബാഷ്പവാരി പരിപൂർണലോചനം മാരുതം നമത രാക്ഷസാന്തകം. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ജാനകീകാന്തസ്മരണം ജയ ജയ രാമ രാമ. രാമകഥാശ്രവണം സംസാര നിവാരണം ചെയ്ത് മനസ്സിനെ ശുദ്ധമാക്കി നിർമ്മലമാക്കി മാറ്റണം. രാമ എന്ന വാക്കിന് ലക്ഷ്യാർത്ഥം പരമാർത്ഥമായ തത്വമാണ്. ഏകതത്വനാമ ദൃഢതരീ മനഃ. അത് ഏകതത്വമാർന്ന ബ്രഹ്മലക്ഷ്യമാർന്ന ബ്രഹ്മമേ സ്വരൂപമായ ഒരു നാമം. അത് അഗ്നിബീജത്തോടു കൂടി രേപത്തോടു കൂടിയ പ്രണവം എന്ന് പൂർവികർ ആചാര്യന്മാരാൽ പറയപ്പെടണം. അങ്ങനെയുള്ള രാമനാമത്തിന് സുന്ദരിയായ ഒരു സ്ത്രീ എന്നർത്ഥം. ആരാ ആ സ്ത്രീ എന്ന് പറഞ്ഞാൽ
നമ്മുടെ എല്ലാവരുടെയും സൗന്ദര്യത്തെ കാണിച്ചു തരണ ഒരു കരുണാശീലയായ, നമുക്കെല്ലാം ഹിതം ചെയ്യണതായ ഒരമ്മ, ഉപനിഷത്താകുന്ന അമ്മ. മാതൃസഹസ്രേഭ്യോ മമഹിത ഇഷി. രാമ എന്ന വാക്കിന് ഉപനിഷത്ത് എന്ന് തന്നെ അർത്ഥം, സത്യം എന്നർത്ഥം. എപ്പോഴാണോ ഒരു അഴകിനെ നമ്മൾ കാണണത്, മനസ്സ് കാണണത്, പിന്നെ അവിടെ പ്രതിഷ്ഠയാവണം. അക്ഷരമണമാലയിലെ മഹർഷി ഒരു പാട്ടിൽ പറയണു, ഊർ സുற்றுളം വിടാതെ ഉനൈ കണ്ടടങ്കിട ഉന്നഴകൈ കാട്ട് എൻ അരുണാചല. ഊർ സുற்றളം എന്ന് പറഞ്ഞാൽ ഈ വേൾഡ്ലി ലൈഫ്, ലൗകികമായ ജീവിതം, ഫലയിച്ഛയോടുകൂടിയുള്ള ഈ ലൗകികമായ ജീവിതം, ഈ ലൗകികമായ ജീവിതത്തിലും ദുഃഖജന്യമായ താപജന്യമായ ഈ സംസാരത്തിൽ നിന്നും ഉനൈ കണ്ടടങ്കിട, നിന്നെ കണ്ട്, ആരെ? ആ തത്വത്തെ. ഉന്നഴകൈ കാട്ട് എൻ അരുണാചല, അതുകൊണ്ട് നിന്റെ സൗന്ദര്യത്തെ എനിക്ക് കാണിച്ചു തരുമെന്ന് പറഞ്ഞു. അങ്ങനെ പരമസൗന്ദര്യമായ ഒരു പൊരുളാണ് ഉപനിഷത്ത്. ആ ഉപനിഷത്ത് സ്ത്രീലിംഗമാണ്, ബ്രഹ്മവിദ്യ അമ്മയാണ്, നമ്മളൊക്കെ കരകയറ്റണ അമ്മയാണ്, സംരക്ഷിക്കണ അമ്മയാണ്. അപ്പൊ രാമനാമത്തിന് സാക്ഷാത് ബ്രഹ്മവിദ്യ എന്നർത്ഥം. അങ്ങനെയുള്ള രാമനാമം തപസ്വിയായ, ബ്രഹ്മനിഷ്ഠനായ ഒരു ഗുരുവാൽ പാടപ്പെട്ടു. ബ്രഹ്മനിഷ്ഠനായ, തപസ്വിയായ, സ്വാധ്യായ നിരതനായ ഒരു മഹർഷി ഉപദേശിച്ച്, ആ ഉപദേശിച്ചതിനെ പാടപ്പെടണം, അനുഭവിച്ചറിഞ്ഞ് പാടപ്പെടണം. ഇതാണ് ഗുരുപരമ്പര. ശ്രോത്രിയം ബ്രഹ്മനിഷ്ഠം. മുഴുവൻ പൂർവികരാൽ, ആചാര്യന്മാരാൽ, ഗുരുക്കന്മാരാൽ കേട്ട് ഉള്ളിൽ അനുഭവിച്ച് വെളിയിൽ പ്രചരിപ്പിക്കുക. ഉദ്ദേശം പ്രചരണമല്ലെങ്കിലും ദാറ്റ് സത്യം ഇറ്റ് വിൽ ഫ്ലറിഷ് ഇറ്റ് സെൽഫ്. ഗുരു 2 ശിഷ്യന്മാരെ വിളിച്ചിട്ട് പറഞ്ഞു, 2 മുറി കൊടുത്തു അത്രേ. ഒരു ശിഷ്യന് 1 മുറി, ഒരു ശിഷ്യന് 1 മുറി. എന്നിട്ട് 2 ശിഷ്യന്മാരോടും പറഞ്ഞു, 2 മുറിയിലും ഫുൾ സാമാനങ്ങൾ കൊണ്ട് നിറയ്ക്കാം, ഫുൾ ഫില്ല് ചെയ്ത് വെക്കാൻ പറഞ്ഞു. അപ്പൊ ഒരു ശിഷ്യൻ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ, കിട്ടണതൊക്കെ, കൈ കിട്ടണതും കിട്ടിയതും ഒക്കെ വേസ്റ്റ് എല്ലാം കൂടെ കൊണ്ട് നിറച്ചു വെച്ചു. റൂം നിറയ്ക്കാനല്ലേ പറഞ്ഞത്. ഒരു ശിഷ്യൻ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ, ഒരു സാമ്പ്രാണിത്തിരി, ഒരു സാമ്പ്രാണി പുക ഉണ്ടല്ലോ, അതൊരു റൂമിനകത്ത് മുഴുവൻ കത്തിച്ചു വെച്ചു അത്ര. ഗുരു വന്ന് നോക്കിയപ്പോൾ ഒരു റൂം ഇറ്റ് ഈസ് ഫുള്ളി ഫിൽഡ് വിത്ത് വേസ്റ്റ്. മറ്റേ റൂം തുറന്നപ്പോഴേ സുഗന്ധം, എന്ന് വെച്ചാൽ ഈ മണം പരന്നു അത്ര. അപ്പോൾ എന്തെങ്കിലും സാമാനങ്ങൾ കൂട്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ പ്രയത്നിച്ചുകൊണ്ട് നമുക്ക് ഒന്നും പ്രചരിപ്പിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഒരു ദീപമായാൽ, ഒരു പ്രകാശം പരക്കണത് പോലെ, ഒരു സാമ്പ്രാണിത്തിരി കത്തിച്ചു വെച്ചാൽ ആ മണം പരക്കണത് പോലെ, നമ്മൾ ആ ഗുരുവിന്റെ ഉള്ളിൽ നിന്നും ഒരു ദീപം തെളിയിച്ചെടുക്കണത് പോലെ ഈ വിദ്യ എടുക്കുക. ഇതാണ് പരമ്പര. അങ്ങനെ ഈ പരമ്പരയാൽ ചൊല്ലപ്പെട്ട രാമായണം. എന്താ അങ്ങനെ പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ, പ്രഥമ സർഗം, ബാലകാണ്ഡത്തിലെ ആദ്യ സർഗം നാരദ വചനമാണ്. ഈ രാമകഥയെ നാരദൻ ഷോർട്ട്ലി ഒരു ഔട്ട്ലൈൻ ആയിട്ട് പറഞ്ഞു കൊടുക്കണം. ഗുണസമ്പത്തായ ആരെങ്കിലൊക്കെ ഇന്നുണ്ടോ, ഈ സാമ്പ്രതം കാലത്തിൽ ഉണ്ടോ എന്നുള്ള ചോദ്യത്തിന് ഉത്തരം രാമായണമാണ്. ഒരു ബ്രീഫ് നോട്ട് കൊടുത്തിട്ട് രാമായണത്തിന്റെ ഒരു ഔട്ട്ലൈൻ. കാരണം പ്രഥമ സർഗം പഠിച്ചാൽ തന്നെ രാമായണം മനസ്സിലായി എന്നർത്ഥം, ഒരുവിധം കഥ മനസ്സിലായി. നമ്മൾ 2 വർഷക്കാലം ഈ പ്രഥമ സർഗം വെച്ചിട്ടേ ഇരുന്നു.
സത്സംഗത്തിൽ കൂടെ ഇരുന്ന് ശ്രവണം ചെയ്തവരൊക്കെ ഇന്നുണ്ട്. 2 വർഷക്കാലവും പ്രഥമ സർഗം മാത്രം വെച്ചിട്ട് ഉള്ളില് ആന്തരികമായിട്ട് തത്വചിന്ത ചെയ്തു പോയി. നാരദ മഹർഷി രാമന്റെ ഗുണവിശേഷങ്ങള് പറഞ്ഞു തന്നുകൊണ്ടിരിക്കുകയാണ്. അത് എത്ര പറഞ്ഞാലും മതി വരില്ല, തീരണില്ല. എണ്ണാൻ പറ്റാത്ത തരത്തിലുള്ള ഗുണവിശേഷങ്ങളാണ്, പ്രകീർത്തിയാണ്. വിഷ്ണുനാ സദൃശോ വീര്യേ സോമവത് പ്രിയദർശനഃ കാലാഗ്നി സദൃശ ക്രോധേ ക്ഷമയാ പൃഥിവീ സമഃ. വിഷ്ണുനാ സദൃശോ വീര്യേ. വിഷ്ണു എന്ന വാക്ക് വിഷ്ണു സഹസ്രനാമത്തിലെ ആദ്യ വാക്ക്. വിഷ്ണുവിന്റെ അർത്ഥം പറഞ്ഞുകൊണ്ടാണ് വിഷ്ണു സഹസ്രനാമത്തിന്റെ ആരംഭം. വിശ്വം എന്നർത്ഥം. വ്യാപനശീലമുള്ളത്. വിഷ് എന്ന് പറഞ്ഞാൽ പ്രവേശനം, ഉള്ളിലേക്ക് പ്രവേശിച്ചിരിക്കണു എന്നർത്ഥം. വിഷ്ണുനാം യോ അന്തഃപ്രവിശ്യ മമ വാചമിമാം പ്രസുക്താം സഞ്ജീവയത്യഖിലശക്തിധരസ്ത്വധാംനാം അന്യാം ച ഹസ്തചരണ ശ്രവണത്വഗാദീൻ പ്രാണാൻ നമോ ഭഗവതേ പുരുഷായ തുഭ്യം. അത് ആദ്യ പ്രാണനാണ്, പ്രഥമ പ്രാണനാണ് എന്ന് വെച്ചാൽ ആത്മാന്നർത്ഥം. ആത്മനാ വിന്ദതേ വീര്യം. വീര്യം എവിടെന്നാ ഉള്ളത്? ആത്മാവിലാണ് വീര്യമുള്ളത്. അങ്ങനെ ഈ വേൾഡ് പോലെ നമുക്ക് ഒരിടത്തും എത്തിപ്പെട്ട് തീരെയില്ല. നമ്മുടെ അല്പായുസ് കൊണ്ട് ഈ ലോകം മുഴുവൻ നമുക്ക് സഞ്ചരിക്കാനേ സാധ്യമല്ല. ബുദ്ധിമുട്ടുണ്ട്, പലയിടങ്ങളിലും പോകാൻ പറ്റില്ല. അത്തരത്തില് വ്യാപനാശീലം ഉള്ള വിഷ്ണു തുല്യമായിട്ട് നിൽക്കണ രാമൻ. സോമവത് പ്രിയദർശനഃ. സോമഹ എന്ന് പറഞ്ഞാൽ ചന്ദ്രൻ എന്നർത്ഥം. ഒരു പൂർണ്ണ ചന്ദ്രനെ നമ്മൾ കാണുമ്പോഴേ എന്തൊരു പ്രിയദർശനമാണ് അല്ലെ. നോക്കിയിരുന്നു പോകുന്നുണ്ട്. ചില സമ്പ്രദായമൊക്കെ ഈ പൂർണ്ണചന്ദ്രനെ നോക്കി മെഡിറ്റേഷൻ ചെയ്യണു, പൂർണ്ണചന്ദ്രനെ നോക്കി ലളിതാ സഹസ്രനാമം പാരായണം ചെയ്യണു. ഇങ്ങനെ സമ്പ്രദായമേ ഉണ്ട്. എന്ന് വെച്ചാൽ പൂർണ്ണചന്ദ്രൻ മനസ്സിന്റെ കാരകനാണ് ചന്ദ്രൻ. ആ ചന്ദ്രനെ തന്നെ നമ്മൾ നോക്കിക്കൊണ്ടിരുന്നാൽ മനസ്സ് പരിപൂർണമാകും. രാമന് രാമചന്ദ്രൻ എന്നു പേര്. എന്ന് വെച്ചാൽ കണ്ട പരിപൂർണമായി, മനസ്സ് പൂർണ്ണമായി നിറഞ്ഞു, ഫുള്ളി ഫിൽഡ് വിത്ത് ബ്ലിസ്, ആനന്ദം, സൗന്ദര്യം എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ. മനസ്സ് എപ്പോഴാണോ ഒരു സൗന്ദര്യമുള്ള പൊരുളിൽ പോയി നിൽക്കുന്നത്, അപ്പോ മനസ്സ് വിൽ ഫ്ലറിഷ്, അത് വികസിക്കും, പൂർണ്ണമാവും, നിറഞ്ഞ കവിയും അത്ര. കാലാഗ്നി സദൃശ ക്രോധേ. കാലാഗ്നി സദൃശ. കാലഹ എന്ന വാക്കിന് കാലായ നമഃ, ഭഗവാൻ പരമേശ്വരൻ. അഗ്നി എന്ന വാക്കിന് പരമേശ്വരൻ തന്നെ അർത്ഥം. നാരായണ ഗുരു അരുണാചലത്തിലെ തിരുവണ്ണാമലയിൽ ആ മലയെ നോക്കിയിട്ട് പാടുകയാണ്. എടുത്തു നീ വിഴുങ്ങിയെന്നെ ഇന്ദ്രിയങ്ങളോടുടൻ അടിച്ചിടും നമഃശിവായ നായക നമോ നമ. അടുത്തു കണ്ടതില്ല ഈ അഗ്നിശൈലത്തിനെ, അടുത്തു കണ്ടതില്ല ഈ അഗ്നിശൈലത്തിനെ. അഗ്നി അഗ്നാ വിഷ്ണു സജോഷസേമാവർദ്ധന്തു വാങ്കിരഃ. അഗ്നി ആരംഭമാണ്, സദാശിവ സമാരംഭം. അതൊരു അഗ്നിയാണ്, ജ്ഞാനാഗ്നിയാണ്. തിരുവണ്ണാമല നോക്കിയ അഗ്നിലിംഗമാണ്, പഞ്ചഭൂതങ്ങളിലെ അഗ്നിക്ഷേത്രമാണത്. അപ്പോ കാലാഗ്നി സദൃശ ക്രോധേ. പരമേശ്വരന് ക്ഷിപ്രകോപിയാണ്. ക്ഷിപ്രപ്രസാദി, ക്ഷിപ്രകോപി. കാലാഗ്നി സദൃശ ക്രോധേ. പരമേശ്വരനെ പോലെ ക്രോധം. ക്രോധം എന്നാൽ പരമേശ്വരന്റെ സമം. ഭൂലോകമേ നടുങ്ങും അത്രേ. പരമേശ്വരന്റെ ക്രോധം കൊണ്ടാണ് ശ്രീരുദ്രം കൂടെ ഉണ്ടായിരിക്കുന്നത്. ദേവിയുടെ വായിൽ നിന്നും ശ്രീരുദ്രം വന്നത് പരമേശ്വരന്റെ ക്രോധമാണെന്ന് പറയുന്നുണ്ട് ആചാര്യന്മാരൊക്കെ. ക്ഷമയാ പൃഥിവീ സമഃ. ക്ഷമയുണ്ടല്ലോ പൃഥിവിക്ക് സമം, ഭൂമിക്ക് സമമാണ് ക്ഷമ. നമ്മളൊക്കെ പരിശീലിക്കേണ്ടതാണ്. നമ്മുടെ ഉള്ളിലൊക്കെ ഉണ്ട് ഈ ടൂൾ, ബട്ട് വി വിൽ നോട്ട് ടേക്ക് ദിസ് ടൂൾ. ഈ ആയുധം മാത്രം നമ്മൾ ആവനാഴിന്ന് എടുക്കുകയില്ല. എന്താന്ന് പറഞ്ഞാൽ ക്ഷമ. അത് ആർക്കും ഇല്ല.
വെപ്രാളാണ് എല്ലാത്തിനും. ആചാര്യനോട് വന്നിട്ട് ഒരു ഉപദേശം വാങ്ങിയാൽ കൂടെയും എന്ന് കിട്ടും എനിക്കെന്നൊരു ക്ഷമയില്ല. എന്ന് ഞാൻ മുക്തനാവും ചോദ്യമാണ്. എന്ന് ഞാൻ മുക്തനാവും എന്നൊരു ചോദ്യം ഉള്ളവരേക്കും മുക്തി നിനക്ക് സാധ്യമല്ല എന്ന് ഞാൻ ഒരു അഭിമാനം അങ്ങോട്ട് പോണോ? മുക്തി നിന്റെ സ്വരൂപമാണ്. ഭഗവാൻ രമണ മഹർഷിയുടെ അടുത്ത് ഒരാൾ പോയി ചോദിക്കുകയാണ്, ഭഗവാൻ ഈ ജീവൻ മുക്തി എന്ന് പറഞ്ഞാൽ എന്താ ഭഗവാനെ ചോദിച്ചു. ഇപ്പൊ ഭഗവാൻ പറഞ്ഞു, ജീവൻ മുക്തി അങ്ങനൊന്നുമില്ലപ്പാ, ജീവൻ മുക്തി ഒന്നുമില്ല അത്രേ. ഇയാള് ആകെ തത്രപ്പാടായി. കാരണം നമുക്ക് വെളിയിലൊക്കെ നോക്കിയാൽ അറിയാം, ഒന്ന് സംസാരത്തിനോട് താല്പര്യമില്ല, പക്ഷെ വിടാനും വയ്യ. അധ്യാത്മത്തിനോട് താല്പര്യമുണ്ട്, പക്ഷെ പൂർണ്ണമായിട്ട് ആവാനും വയ്യ. ഇങ്ങനെ ചില ടീംസിനെ നമുക്ക് കാണാൻ പറ്റും. ഉദാസീനന്മാര് കഷായ സ്ഥിതിയില് ചിത് ജഡാ ഗ്രന്ഥിയിലേ നിൽക്കും, നടുക്ക് സെന്ററിൽ നിൽക്കും. ഒന്നീ ഈ സൈഡിൽ നിൽക്കണം, അല്ലെങ്കിൽ ഈ സൈഡിൽ നിൽക്കണം. ഇത് രണ്ടിന്റെ മധ്യത്തിൽ. പോണവർ കൂടെ തടസ്സാണ്, പോണവർ കൂടെ തടസ്സാണ്. കാരണം ഇവരുടെ മുഖം നോക്കിയാൽ നമുക്ക് അധ്യാത്മത്തിൽ ഇറങ്ങാൻ തോന്നില്ല. രണ്ടിലും ഇങ്ങനെ നിൽക്കും അത്രേ. എന്ന് വെച്ചാൽ ഒരേ സമയം പാർക്കിലും പോകും, ഒരേ സമയം അധ്യാത്മ വിദ്യയിലും പോകും. ഒരു എന്റർടൈൻമെന്റ് പോലെ കാണുന്നു ചിലർ. തെറ്റല്ല, നമ്മളൊക്കെ അവിടെ നിൽക്കും. സദ്ഗുരു എന്ത് ചെയ്യും എന്ന് പറഞ്ഞാൽ പിടിച്ചങ്ങോട്ട് തള്ളും. ഒന്നീ സംസാരത്തിൽ തള്ളിവിടും, അല്ലെങ്കിൽ അധ്യാത്മത്തിൽ തള്ളിവിടും. കഠോപനിഷത്ത് കണ്ട ചെറിയ കുട്ടി ബ്രഹ്മവിദ്യ ചോദിക്കുമ്പോൾ യമൻ ധാരാളം സൗന്ദര്യവത്തായിട്ടുള്ള വസ്തുക്കൾ, ഭൂലോകം തന്നെ നിന്നെ രാജാവാക്കാം, ലോകം തന്നെ നിനക്ക് എഴുതി തരാമെന്നൊക്കെ പറയുന്നുണ്ട്. എന്ന് വെച്ചാൽ പ്രലോഭനം. ഒന്ന് സംസാരത്തിൽ തള്ളിയിടുക, പിന്നെ പറയാണ് നിനക്ക് പരമാർത്ഥമായ വിദ്യ ഉണ്ട് എന്ന് പറയാണ്. ഒന്നീ രണ്ട്. ഇതിന് നടുക്ക് നിന്നാ ഭഗവാനൊന്നും ഇഷ്ടപ്പെടില്ല, പിടിച്ച് തള്ളിയിടും അത്ര. കാരണം യാത്രാ മധ്യത്തില് ഈ യാത്രയ്ക്ക് പോണവർക്ക് ഒരു തടസ്സമാണ് ഇവര്. അപ്പൊ ഇദ്ദേഹം മഹർഷിയുടെ അടുത്ത് ചോദിക്കാം, മുക്തി ഒന്നുമില്ല, മുക്തി നിന്റെ സ്വരൂപമാണ്. നീ നേടണം എന്ന് വിചാരിച്ചിരിക്കണുണ്ടല്ലോ, ആ നേടണം എന്നുള്ള വിചാരം ഒരു അഭിമാനവൃത്തി, അഭിമാനം ഇല്ലാത്ത ഉള്ളിൽ അരുണാചല. അഭിമാനത്തിന് അങ്ങോട്ട് ഇല്ലാതാക്കിയാൽ നിന്റെ ഉള്ളിൽ എന്താണോ നിലനിൽക്കുന്നത്, വാട്ട് വിച്ച് എക്സിസ്റ്റ് ഈസ് യുവർ റിയൽ നേച്ചർ, ദാറ്റ് ഈസ് മുക്തി. അതൊന്നിനോടും ബന്ധപ്പെട്ടേ ഇരിക്കണില്ല. ഒരു ജപത്തിൽ ബന്ധപ്പെട്ടിരിക്കണില്ല, ഒരു സത്സംഗത്തിൽ ബന്ധപ്പെട്ടിരിക്കണില്ല, ഒരു സദ്ഗ്രന്ഥത്തിൽ ബന്ധപ്പെട്ടിരിക്കണില്ല. പക്ഷെ സദ്ഗ്രന്ഥത്തിനുള്ളിലും അതുണ്ട്, തൻ്റെ ഉള്ളിലും അതുണ്ട്. എല്ലാ ഗ്രന്ഥത്തിലും, ഒരു ജപമാലയുടെ ഉള്ളിലും യാ ബ്രഹ്മാതി പിപീലികാന്ത തനുഷു പ്രോദാ ജഗത് സാക്ഷിണി, എല്ലാത്തിൻ്റെ ഉള്ളിലും ആ വിദ്യ മുക്തമായിട്ടിരിക്കണം, ഒന്നിനും പെരളാതെ ഇരിക്കണം. ക്ഷമയാ പൃഥിവീ സമഹ, ഒരു ടൂൾ നമുക്കും വേണം, ക്ഷമ. ഒരു സിദ്ധൻ പാടിയിരിക്കണു, ആരെങ്കിലുമൊക്കെ ഭൂമിയോളം താഴ്ന്ന അവന്റെ പായ്ക്കടിയിൽ പോയി താഴ്ന്നോളുക, അവന്റെ കീഴെ പോയി കിടന്നോളുക. അങ്ങനെ അഭിമാനങ്ങൾ ഇല്ലാതാവുള്ളൂ. അഭിമാനം ഇല്ലാതാവണമെങ്കിൽ നമ്മൾ ആരെങ്കിലുമൊക്കെ നമസ്കാരം ചെയ്താൽ നമ്മളും കൂടെ അങ്ങ് നമസ്കാരം ചെയ്യുക. ഒരു സമ്പ്രദായമുണ്ട്, ശ്രീ വൈഷ്ണവ സമ്പ്രദായത്തിൽ ഗുരുക്കന്മാരെ നമസ്കരിച്ച ഗുരു പോയി നമസ്കരിക്കുക. ഭഗവാൻ രമണ മഹർഷിയുടെ അടുത്ത് ഒരാൾ ചോദിക്കുന്നു, ഭഗവാനെ ഇത്ര നമസ്കാരം ചെയ്യണല്ലോ ഭഗവാനെ എന്ന് പറഞ്ഞപ്പോൾ ഭഗവാൻ പറഞ്ഞു, അവർക്കെല്ലാം நான் வரும்போதே நமஸ்காரம் பண்ணியாச்சு, என்னோட മനസ്സാല നമസ്കാരം ഇതാ മണണം. മനസ്സുകൊണ്ടുള്ള നമസ്കാരം തന്നെയാണ് നമ്മൾ ചെയ്യേണ്ടത്. വെളിയിൽ ഒരു എക്സസൈസ് ആണ്. ചിലർ വന്നാൽ ചിലർക്ക് എക്സസൈസേ അതാണ്, നമസ്കാരം ചെയ്തുകൊണ്ടേയിരിക്കും വെളിയിൽ. എന്താ നമസ്കാരം എന്ന് പറഞ്ഞാൽ ഗുരുവിന്റെ പാദത്തെ പിടിക്കലാണ് നമസ്കാരം. ഗുരുവിന്റെ പാദം, ഗുരു സഞ്ചരിച്ച വഴി, ദാറ്റ് ഈസ് ശാസ്ത്രയോനിത്വാത്. ശാസ്ത്രം, ശാസ്ത്രത്തിലൂടെ ഗുരു സഞ്ചരിച്ചു. നീ ഗുരുവിനെയും ആശ്രയിച്ച് ഈ ശാസ്ത്രത്തിലൂടെ സഞ്ചരിച്ചോളുക. ശാസ്ത്രത്തിൽ നിനക്ക് ഡൗട്ട് ഉണ്ടോ, ഗുരു വിൽ അപ്പിയർ. ഗുരു നിനക്ക് വഴി കാട്ടും. അതിന് ഗുരുവിന്റെ പാദം നിനക്ക് ആശ്രയം എന്നല്ലാതെ വെളിപ്പടിയായിട്ട് നീ ഗുരുവിന്റെ പാദത്തിൽ പോയി പിടിച്ചാലുണ്ടല്ലോ, ഗുരുവിനും യാത്ര ചെയ്യാൻ പറ്റില്ല, നിനക്കും യാത്ര ചെയ്യാൻ പറ്റില്ല. കാരണം നീ വിട്ടാലല്ലേ ഗുരുവിന് പോകാൻ പറ്റുള്ളൂ. ഇനി നിനക്ക് ഗുരുവിന്റെ പാദം വിട്ടാലല്ലേ എവിടെങ്കിലൊക്കെ പോകാൻ പറ്റുള്ളൂ. രണ്ടുപേരുടെയും വഴി തടസ്സമാവും. അതുകൊണ്ട് ക്ഷമ എന്നൊരു ടൂൾ നമുക്കുണ്ട്. അത് എടുത്തിട്ട് അധ്യാത്മവിദ്യയിൽ വരണം. ക്ഷമ വേണം. തിതീക്ഷസ്വ ഭാരത, തിതീക്ഷ വേണം. ഈ ടൂള് നമ്മൾ എടുക്കില്ല. ക്രോധം എന്നൊരു ടൂൾ എടുത്തിട്ട് സമ്മോഹം, സ്മൃതി വിഭ്രമം എന്ന ഒരു രോഗം ബാധിച്ചിരിക്കുന്നു നമുക്കെല്ലാവർക്കും. ക്ഷമ എന്ന് ഒരു ടൂൾ എടുത്തിട്ട് ഉപരതി എന്ന് ഒരു സുഖം നമുക്ക് അനുഭവിച്ചൂടെ?
അപ്പോ ആ ക്ഷമയാ പൃഥിവീ സമ, വീണ്ടും 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 ഈ വാക്കിൽ നിൽക്കുന്നത് എന്താന്ന് വെച്ചാൽ ഇതാണ് അധ്യാത്മത്തിൽ വേണ്ടത്. ധനദേന സമസ്ത്യാഗേ സത്യേ ധർമ്മ ഇവാപരഃ തമേവ ഗുണസമ്പന്നം രാമം സത്യപരാക്രമം. ധനദേന സമസ്ത്യാഗേ, വൈശ്രവണനെ പോലെ, കുബേരനെ പോലെ ധനം എല്ലാവർക്കും കൊടുക്കുന്നു. എല്ലാവർക്കും വേണ്ടവർക്കൊക്കെ ധനസമ്പന്നമായിട്ട് ഇരുന്നിട്ട് ധനത്തെ കൊടുക്കുന്നു. നോക്കൂ, രാമനെ നാളെ തൊട്ട് പ്രാർത്ഥിച്ച് ധനം വരും എന്നല്ല. എന്താ ധനം? വിദ്യാധനം. രാമനിൽ നിന്ന് പഠിക്കേണ്ട എന്ത് ധനമാണ് നമുക്ക് വേണ്ടത്? ധർമ്മം എന്നൊരു ധനം. ആ പരമമായ ധർമ്മം നമുക്ക് രാമനിൽ നിന്ന് മാത്രമേ കിട്ടുള്ളൂ. സത്യം, ധർമ്മം ഒക്കെ ഒരു പ്രതിഷ്ഠാരൂപത്തിൽ വച്ച് ആരാധിച്ച പോരാ, അതുപോലെ ആചരിക്കണം. സത്യേ ധർമ്മ ഇവാപരഃ, വേറൊരാളില്ല സത്യവും ധർമ്മവും ഒക്കെ ചെയ്യാൻ തക്കതായിട്ട്. നമ്മുടെ മുന്നിൽ ഒരു മാതൃക വേറെ ഇല്ല. ഈ രാമായണം പഠിച്ചാലുണ്ടല്ലോ നമ്മൾ ധർമ്മവത്തായി. വേറെ എന്തൊക്കെ പഠിച്ചോളൂ, ഹിസ്റ്ററി പഠിച്ചോളൂ, അവരിവരെ കൊന്നു ഇവരവരെ കൊന്നു, ഉള്ളിൽ ശാന്തിയെ വരില്ല. ഉള്ള ശാന്തിയും കൂടെ പോയിട്ട് നമ്മൾ അശാന്തരായി തീരും. അതുകൊണ്ട് രാമായണം പഠിച്ചാൽ ഉള്ളില് ധർമ്മം അങ്ങനെ നിലനിൽക്കും. തമേവ ഗുണസമ്പന്നം രാമം സത്യപരാക്രമം. തമേവ ഗുണസമ്പന്നം, സർവഗുണസമ്പന്നനും രാമം. ആരാ? രാമം. വീണ്ടും വരണു രാമനാമം. ഇത് വായിച്ചാൽ തന്നെ ഒരു ജപം സിദ്ധമാവട്ടെ. രാമനാമം അല്ലെങ്കിൽ രാമായണം പാരായണം ചെയ്തു നോക്കൂ. രാമ 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 അതിൻ്റെ ഉള്ളിൽ വന്ന് 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 നമ്മുടെ ഉള്ളിൽ ആ പരമാർത്ഥ തത്വത്തെ തരും. ഇത് ഒരു വഴി. വാൽമീകി ഇതിലെ തത്വത്തെയോ ഭാഗവതം പോലെ ഒന്നും രചിച്ചിട്ടില്ല, അല്ലെ ഭഗവത്ഗീത പോലെ തത്വം മാത്രമോ ഒന്നുമല്ല. ഇത് പച്ചയായിട്ട് പറയണു. അതിൻ്റെ ഇടയില് നാദബ്രഹ്മമായിട്ടുള്ള രാമനാമവും ഇട്ട് കൊടുത്തിരിക്കണു. രാമം സത്യപരാക്രമം, സത്യത്തെ അനുഷ്ഠിച്ച് നിൽക്കണവനാണ് സത്യപരാക്രമി. ഹൂ ഈസ് ഡൂയിങ് സത്യ, ഹൂ പെർഫോമിങ് സത്യ, ആൻഡ് ഹൂ ഈസ് always be in the state of satya, Upanishad, that is സത്യപരാക്രമ. അത് ഈശ്വരന്റെ ഒരു നാമം. ആരാണോ സത്യത്തിൽ നിത്യനിരന്തരം ഇരിക്കുന്നത് അവനാണ് സത്യപരാക്രമൻ. അത് ഈശ്വരനാണ്. അല്ലെങ്കിൽ ആര് സത്യപരാക്രമനായിട്ടിരിക്കണോ അവൻ ഈശ്വരൻ എന്നർത്ഥം. ജ്യേഷ്ഠം ജ്യേഷ്ഠഗുണൈർയുക്തം പ്രിയം ദശരഥസുതം പ്രകൃതീനാം ഹിതൈർയുക്തം പ്രകൃതി പ്രിയകാമ്യയാ. വലിയൊരു തത്വമാണ്, അണ്ടർലൈൻ ചെയ്യണം. പ്രകൃതി പ്രിയകാമ്യയാ. പ്രകൃതിയോടൊരു പ്രിയം വന്നാൽ പ്രകൃതിക്ക് ഹിതമേ നമ്മൾ ചെയ്യുള്ളൂ. ആദ്യമേ നമ്മൾ പോയി കുട്ടികളുടെ അടുത്തൊക്കെ ഈ പ്രകൃതിയെ ഒന്നും ഇല്ലാതാക്കരുതെന്ന് പറയാൻ പാടില്ല. നമ്മൾ ആദ്യം പ്രകൃതിയോടൊരു പ്രിയം കാണിച്ചു കൊടുത്താൽ കുട്ടികളും ഈ പ്രകൃതിയുടെ അടുത്തൊരു പ്രിയം വരും. ആ പ്രിയം തന്നെ പ്രകൃതിക്ക് ഹിതം ചെയ്യും. പ്രകൃതിയോടുള്ള പ്രിയം ഉണ്ടല്ലോ പ്രകൃതിയെ ഹാനിക്കില്ല. ഈ രാമനുണ്ടല്ലോ പ്രകൃതി പ്രിയനാണ്. ഈ പ്രകൃതിയെ നോക്കും, ചന്ദ്രനെ നോക്കിയിരിക്കും, പുഴയെ നോക്കിയിരിക്കും. ഗംഗാക്കരയിൽ തന്നെ രാമനിരുന്ന ആ ഗംഗയുടെ ഒഴുക്കും ആ താളവും ഒക്കെ ശ്രദ്ധിക്കും. അത്രേ വരണുണ്ട്. ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ ആ കുട്ടി ദശരഥന് പ്രിയപ്പെട്ട കുട്ടിയാണ്. എന്തുകൊണ്ടാ പ്രിയപ്പെട്ട കുട്ടി എന്ന് പറഞ്ഞാൽ ആദ്യപുത്രൻ, അതും തപസ്സിന്റെ ഫലമായിട്ടുള്ള പുത്രൻ. ധാരാളം റിച്വൽസിന്റെ ഫലം, ഈശ്വര ഭജനത്തിന്റെ ഫലം, വ്രതത്തിന്റെ ഫലം. ഒരാൾ എന്നോട് ചോദിച്ചു, ഈ വ്രതം എടുത്തുകൊണ്ട് പത്നി പതി വ്രതം എടുത്തുകൊണ്ട് പുത്രോത്പാദി ചെയ്താൽ എന്താ ഗുണം? എന്തു ഗുണം എന്ന് പറഞ്ഞാൽ അവൻ ഈശ്വരനെ തന്നെ പുത്രനായിട്ട് കിട്ടും അത്രേ. ഭാഗവതത്തിൽ പോലും കൃഷ്ണൻ ഉപദേശിക്കുകയാണ്, ഞാൻ പറഞ്ഞു തരാം, നീ നിന്റെ ഭർത്താവിനെ ഈശ്വരനായിട്ട് കണ്ട്, നിന്റെ ഭർത്താവ് നിന്നെ മഹാലക്ഷ്മിയായിട്ട് കണ്ടുകൊണ്ട് നിങ്ങള് വർത്തിച്ചു കൊള്ളുക, നിങ്ങൾ പ്രിയം ചെയ്തു കൊള്ളുക. നിങ്ങളുടെ ഉള്ളില് ഞാൻ പുത്രനായിട്ട് ജനിക്കും, നാരായണൻ പുത്രനായിട്ട് ജനിക്കും. ഇതൊരു വലിയൊരു സീക്രട്ടാണ്. എല്ലാ കുടുംബികൾക്കും ഒരു സീക്രട്ടാണ് ഭഗവാൻ ഭാഗവതത്തിൽ റിവീൽ ചെയ്യണത്. ഭഗവാനെ വേണമെങ്കിൽ ഭഗവതാരാധന കൊണ്ട് പുത്രൻ ഉണ്ടാവണം.
അല്ലെങ്കിൽ പുത്രി ഉണ്ടാവണം. പുത്രൻ പുത്രി ഒന്നും വ്യത്യാസമൊന്നുമില്ല. പുത്ര ശബ്ദത്തിന്റെ സ്ത്രീലിംഗ പദമാണ് പുത്രി, അല്ല രണ്ടും വ്യത്യാസമൊന്നുമില്ല. പുന്നരകത്തിൽ നിന്ന് ആര് നമ്മളെ രക്ഷിക്കണോ അവനാണ് പുത്രനോ ഓർ പുത്രി. അത് പുരാണം ബേസ് ചെയ്തിട്ട് വരണു. പുന്നരകം എന്ന് പറഞ്ഞാൽ ഈ ഒരു സംസാര താപം. എന്തുകൊണ്ട് അവര് നമ്മളെ രക്ഷിക്കണമെന്ന് പറഞ്ഞാൽ ഇപ്പോഴുള്ള പുത്രന്മാരോ പുത്രികളോ ഒന്നും പറഞ്ഞാൽ കേൾക്കില്ല. അവരെ ഓർത്ത് നമുക്ക് വൈരാഗ്യം വരണം. ഇന്ന് അല്ലേ, അവരെ ഓർത്ത് നമുക്ക് വൈരാഗ്യം വരും. അതുകൊണ്ട് ഈ പ്രകൃതി അങ്ങനെയാണ് വെച്ചിരിക്കുന്നത്. ഒരു കാലം കഴിഞ്ഞാൽ അവർ നമ്മളിൽ നിന്ന് ഡിറ്റാച്ച്ഡ് ആയിക്കൊണ്ടിരിക്കും. നമ്മൾ ഡിറ്റാച്ച് ആയില്ലെങ്കിൽ, യാജ്ഞാവൽക്യം പറഞ്ഞതുപോലെ ഇപ്പൊ ഞാനിത് വിട്ടില്ലെങ്കിൽ ഇത് എന്നെ വിടുമ്പോൾ എനിക്ക് വലിയ വിഷമം ഉണ്ടാവും. അപ്പൊ എനിക്ക് വയസ്സോ ഒക്കെ ശരിയാവണമെന്നില്ല, നല്ല മനോബലമൊക്കെ ഉണ്ടാവണമെന്നില്ല. അതുകൊണ്ട് ഇപ്പോഴേ ഞാൻ ഇതിനെ ത്യജിക്കണോ അല്ലേ? ഏതെങ്കിലും ഒരു കാരണത്തിൽ ഇവരെല്ലാം വിട്ടു പോകുമ്പോഴേ നമുക്ക് വൈരാഗ്യം വരണം. അതുകൊണ്ടാണ് ഈ പുന്നരകം എന്ന് പറയുന്നത് ഈ സംസാര ജീവിതം. ഈ സംസാര ജീവിതത്തിൽ നിന്ന് കരകയറ്റാൻ വേണ്ടിയിട്ടാണ് പുത്രൻ വരണത്. അങ്ങനെയുള്ള ആദ്യ പുത്രൻ, അതിനോടൊരു പ്രിയം. അവൻ ജ്യേഷ്ഠ ഗുണസമ്പന്ന. പിന്നെ ഒരു പോയിന്റും കൂടെ ഉണ്ട്, അവൻ നല്ല ഗുണസമ്പന്നനാണ്, ഗുണാതീതനാണ്. ഗുണമേ അവന്റെ സ്വരൂപം. യൗവരാജ്യേന സംയോക്തും ഐച്ഛത് പ്രീത്യാ മഹീപതിഃ തസ്യാഭിഷേക സംഭാരാൻ ദൃഷ്ട്വാ ഭാര്യാർത്ഥ കൈകൈ. മുമ്പ് പറഞ്ഞു, ഇത് നാരദ മഹർഷി വാൽമീകിക്ക് ഒരു ഔട്ട്ലൈൻ കൊടുക്കുകയാണ് രാമായണത്തിന്. അതുകൊണ്ട് ഇതൊക്കെ നമുക്ക് അർത്ഥം പറഞ്ഞു പോവാം. ഇത് ഡീറ്റെയിൽ ആയിട്ട് വരും. ഇതൊരു ഷോർട്ട് അർത്ഥം പറഞ്ഞു പോണേ ഉള്ളൂ. യൗവരാജ്യേന സംയോക്തും ഐച്ഛത് പ്രീത്യാ മഹീപതിഃ. യുവരാജാവിനെ രാജാവാക്കി പട്ടാഭിഷേകം ചെയ്യണമെന്ന് ചിന്തിച്ചു ദശരഥൻ. അതിന്റെ ചിന്താവിശേഷവും വർണ്ണനകളൊക്കെ അങ്ങോട്ട് പോകുമ്പോഴുണ്ട്. അതിൽ നമ്മൾ കൂടുതൽ കടക്കണില്ല. തസ്യാഭിഷേക സംഭാരാൻ, ആ കുട്ടിയെ അഭിഷേകം ചെയ്യാനുള്ള തത്രപ്പാടെല്ലാം ദൃഷ്ട്വാ ഭാര്യാർത്ഥ കൈകേയി കണ്ടു അത്രേ. അത് കൈകേയി കണ്ടതല്ല, കൈകേയിയെ എരികേറ്റി അത്ര. നമുക്കും ഇടയിലൊക്കെ ഉണ്ട് ആൾക്കാർ നല്ല രീതിയിൽ പോണത് കണ്ടാൽ ആർക്കും ഇഷ്ടപ്പെടില്ല. തൊട്ടടുത്ത വീട്ടില് ആളുകൾ എന്നും ചിരിച്ച് സന്തോഷമായിട്ടിരിക്കുന്നത് ഈ വീട്ടിൽ ഇഷ്ടപ്പെടില്ല. കാരണം എന്താന്ന് വെച്ചാൽ അവിടെ കരഞ്ഞ വലിയ കാര്യമാണ്. ചിലർ കരച്ചിൽ വരുമ്പോൾ കൂടെ പോകും. എന്താന്ന് വെച്ചാൽ ഉള്ളിലൊരു ആനന്ദമാണ്. അവര് കരയുമ്പോൾ ഉള്ളിലൊരു ആനന്ദം അല്ലെ. ഞാൻ കരയുമ്പോൾ എൻ്റെ കൂടെ വേറൊരാൾ കരയാനുണ്ടെങ്കിൽ ഒരു ആനന്ദം വരണത് പോലെ, ഓ അവനും കരയണുണ്ടല്ലോ എന്ന് പറയണത് പോലെ അല്ലേ. അതുകൊണ്ട് കൈകേയിയെ സ്ക്രൂ കയറ്റാൻ വേണ്ടിയിട്ട് ഒരു സ്ക്രൂ ഒക്കെ വരണുണ്ട്. അതൊക്കെ നമുക്ക് പിന്നെ കാണാം ആരാണെന്നൊക്കെ. എല്ലാവർക്കും അറിയാന്നുള്ള കഥയൊക്കെയാണ്, നമുക്ക് പിന്നെ കാണാം. അപ്പൊ അങ്ങനെ കൈകേയി കണ്ടു അത്രേ. പൂർവം ദത്തവരാദേവി വരമേനമയാച്ഛത വിവാസനം ച രാമസ്യ ഭരതസ്യാഭിഷേചനം. പൂർവം ദത്തവരാദേവി, ഈ ദേവിക്ക് മുന്നേ ഒരു വരം കൊടുത്തു ദശരഥൻ. നീ എന്തു വേണമെങ്കിലും ചോദിച്ചോളൂ എന്ന്. ആ ദേവി എന്ത് ചെയ്തു? റിസർവിൽ വെച്ചിരുന്നു. ചിലതൊക്കെ അല്ലേ, ചിലതൊക്കെ ചോദിക്കാം, റിസർവിൽ വെച്ചിരുന്നു അത്ര. ചോദിച്ചില്ല. എന്താന്ന് വെച്ചാൽ അന്ന് ചോദിക്കണം എന്നൊന്നുമില്ല. എല്ലാവരും തമ്മിൽ നല്ല പ്രിയമാണ്. ദശരഥന്റെ മൂന്നാമത്തെ പത്നിയാണ് കൈകേയി എന്ന് നമ്മളൊക്കെ വിചാരിച്ചു വെച്ചിരിക്കുന്നു. വാസ്തവത്തില് ദശരഥന് എത്ര പത്നിമാരെന്ന് ചോദിച്ചാൽ ഇതൊന്നും നമ്മൾ ഫോളോ ചെയ്യാൻ പാടില്ല കേട്ടോ. ഫോളോ ചെയ്യാൻ പറ്റണവർക്ക് ആവാല്ലേ. ഒരു പത്നിയെ കൊണ്ട് വീട്ടിൽ ജീവിക്കാൻ ബുദ്ധിമുട്ടായിട്ടിരിക്കുമ്പോഴാണ് അല്ലേ. പത്നി എത്ര ഉണ്ടെന്ന് ചോദിച്ചാ 350 ഭാര്യമാരുണ്ടെന്ന്, 700ന്റെ പകുതി ഭാര്യമാരുണ്ടെന്ന് രാമായണമേ പറയുന്നത്. 700ന്റെ പകുതി 350 ഭാര്യമാരുണ്ട്. ഇനി ആ 350 ഇത് ഇൻക്ലൂഡഡ് ആണോ അതോ അതിന് എക്സ്റ്റേണൽ ആയിട്ടാണോ ഈ 3 എന്നൊന്നും അറിയില്ല. അങ്ങനെയാണെങ്കിൽ ഒന്ന് 347 പത്നിമാരുണ്ടായിരിക്കണം, ഇല്ലെങ്കിൽ 353 അല്ലെങ്കിൽ 350 ഇൻക്ലൂഡഡ് ആയിട്ട്. അല്ലാതെ ഇങ്ങനെ ചിന്തിക്കണം നമ്മൾ. അതൊന്നും നമ്മുടെ ചിന്താ വിഷയമേ അല്ല. ഞാനൊന്നും ഇൻഫർമേഷൻ ആയിട്ട് തന്നതേ ഉള്ളൂ. അതിൽ 3 പത്നിമാരോട് പ്രത്യേക പ്രിയം എന്ന് കരുതുക. ആ മൂന്നാമത്തെ പത്നിയാണ് കൈകേയി. ആ കൈകേയിക്ക് ഒരു വരം കൊടുത്തു. കാരണം എന്താ, വലിയ പ്രിയമാണ് കൈകേയിയോട്. കൈകേയിക്ക് ഒരു വരം കൊടുത്തു.
എന്തു വരം വേണമെങ്കിലും എൻ്റെ അടുത്ത് ചോദിച്ചോളൂ, എനിക്ക് ഒരു വരവും വേണ്ട. പൂർവം ദത്തവരാദേവി, ആ വരത്തെ എങ്ങനെ റിസർവിൽ വെച്ചു. വരമേനമയാച്ഛത, ആ വരത്തെ അങ്ങോട്ട് ചോദിച്ചു. കറക്റ്റ് ടൈം ആവുമ്പോൾ ചിലതൊക്കെ ചോദിക്കും, ഇല്ലേ? കൗണ്ടർ പോയിന്റ് എന്നൊക്കെ പറയുന്നത് പോലെ പറയേണ്ട ടൈമിൽ ചിലർ വല്ലതൊക്കെ പറഞ്ഞു കളയും. അതുപോലെ വീണിരിക്കുമ്പോഴായിരിക്കും ചോദിക്കേണ്ടത്. നിനക്ക് എന്തെങ്കിലും പൈസയ്ക്ക് അത്യാവശ്യം ഉണ്ടോ എന്ന് ചോദിക്കും ആരെങ്കിലും. അപ്പൊ പറയും ഇല്ല, ഞാൻ വേണമെങ്കിൽ ചോദിക്കാം. ഇവന് വലിയ ബുദ്ധിമുട്ടിരിക്കുമ്പോഴായിരിക്കും ചോദിക്കണത്. നീ അന്ന് ചോദിച്ചതല്ലേ, എനിക്ക് ഇന്ന് തന്നില്ല, ഇന്ന് എൻ്റെ അടുത്ത് പ്രിയക്കുറവാണെന്നൊക്കെ പറയും. അതുപോലെ തന്നെ ദശരഥനൊരു ഗുണമുണ്ട്. എന്താന്ന് വെച്ചാൽ ദശരഥൻ എന്ത് ചെയ്യും? വലിയ ധർമ്മം പാലിക്കണ ആളാണ്. സത്യം പറഞ്ഞ വാക്ക് പാലിക്കണ ആളെന്നൊരു പേരുണ്ട് ദശരഥൻ. വിവാസനം ച രാമസ്യ ഭരതസ്യാഭിഷേചനം. എന്ത് ചെയ്തു? ഭരതനെ അഭിഷേകം ചെയ്യണം, രാമൻ ഇവിടുന്ന് പറഞ്ഞു വിടണം. രാമനെ വെച്ചുകൊണ്ട് ഭരതനെ അഭിഷേകം ചെയ്യാൻ പാടില്ല. രാമൻ, ഭരതൻ, ലക്ഷ്മണൻ, ശത്രുഘ്നൻ, ഇങ്ങനെയാണ്. രാമലക്ഷ്മണ ഭരതശത്രുഘ്നൻ എന്നല്ല. അതിനൊരു രസകരമായ കഥ പറയും. കുട്ടികൾ 4 ജനിച്ചു. എങ്ങനെ ജനിച്ചു? നമ്മൾ വിചാരം ജ്യേഷ്ഠൻ, നമ്മുടെയൊക്കെ കൺസെപ്റ്റിലില്ലേ, 10 വയസ്സിന് മുകളിലുള്ള ചേട്ടനെ കൂടെയും നമ്മൾ എടാന്നാണ് വിളിക്കുന്നത്. അതാണ് നമ്മുടെ സംസ്കാരം, അല്ലേ? അത് ശീലിച്ചു പോയാൽ മാറ്റാൻ വലിയ പാടാണ്. എടാ ചേട്ടാ എന്നൊക്കെ വിളിച്ചു കളയും. അങ്ങനെ ചില വിരുദ്ധന്മാരൊക്കെ ഉണ്ട്. ചേട്ടാന്ന് വിളിയടാ, എടാ ചേട്ടാ, അങ്ങനെ ചില വിരുദ്ധന്മാരും ഉണ്ട് അത്ര. അപ്പോ ഇവർ തമ്മിൽ എത്ര വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഒരു നാള് വ്യത്യാസമേ ഉള്ളൂ. രാമൻ ജനിച്ചു, നെക്സ്റ്റ് ഡേ ഭരതൻ ജനിച്ചു, നെക്സ്റ്റ് ഡേ ആര് ജനിച്ചു? ലക്ഷ്മണൻ ജനിച്ചു, നെക്സ്റ്റ് ഡേ ശത്രുഘ്നൻ ജനിച്ചു. അത്ര എന്ത് ചെയ്തു? 4 തൊട്ടില് കെട്ടി. അത്ര 4 തൊട്ടില് കെട്ടിയപ്പോ കുട്ടികൾ കരച്ചിലേ നിർത്തില്ല, അലമുറയിട്ട കരച്ചിൽ. അപ്പൊ വസിഷ്ഠര് വന്നിട്ട് പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യൂ, 2 എണ്ണത്തിന് ഒരു തൊട്ടിലാക്കൂന്ന് പറഞ്ഞു. നോക്കിയപ്പോ പതുക്കെ കരച്ചിലിന്റെ ഒരു ഇത് കുറഞ്ഞു, കുറച്ച് കരച്ചിൽ നിന്നു. എന്നാലും ഇടയ്ക്കിടയ്ക്ക് കരയണുണ്ട്. അപ്പൊ പറഞ്ഞു, രാമനെയും ലക്ഷ്മണനെയും ഒരു തൊട്ടിലിട്ടിട്ട് ശത്രുഘ്നെയും ഭരതനെയും ഒരു തൊട്ടിലിടൂ എന്ന് പറഞ്ഞു. അത്രേ 2 പേരെയും 2 തൊട്ടിലിട്ടപ്പോ കുട്ടികൾ അങ്ങോട്ട് ചിരിക്കാൻ തുടങ്ങി. അത്ര ഇതാണ് ഒട്ടിയിരിക്കുന്നത്. അപ്പോൾ ശത്രുഘ്നൻ ഭരതൻ ഒരുമിച്ച് പോകും, രാമൻ ലക്ഷ്മണൻ ഒരുമിച്ച് പോകും. എവിടെ പോയാലും ഒന്ന് ഫ്രീ. ഹോർലിക്സ് ഒക്കെ വാങ്ങുമ്പോൾ ഒന്ന് ഫ്രീ പോലെ എവിടെ പോയാലും ലക്ഷ്മണൻ രാമന് ഫ്രീ. ഭരതൻ എവിടെ പോയാലും ശത്രുഘ്നൻ ബാക്കിലുണ്ടാവും, അല്ലേ? ബാക്കിലുണ്ടാവും, വിചാരിച്ചോണം. അപ്പോ വിവാസനം ചരാമസ്യ ഭരതസ്യാഭിഷേചനം, ആ ഭരതന്റെ അഭിഷേകം ചെയ്യണം എന്ന് പറഞ്ഞു, ഭരതനെ രാജാവാക്കണം എന്ന് പറഞ്ഞു. സസത്യവചനാദ് രാജാ, സത്യവചനമാണ് ഈ രാജാവിന്റെ പ്രത്യേകത. ദശരഥൻ എന്ന പേര് വരാൻ കാരണം എന്താന്ന് വെച്ചാൽ 10 ദിക്കിലേക്ക്, 8 ദിക്ക് ഭൂമിയിലും ആകാശത്തിലേക്കും ഒരേ സമയത്ത് യുദ്ധം ചെയ്യാൻ, ഒരേ രഥം കൊണ്ട് യുദ്ധം ചെയ്യാൻ കഴിവുള്ള ആളതുകൊണ്ടാണ് ദശരഥൻ എന്ന് പേര്. ആ ദശരഥന് സത്യവാക്യം, സത്യത്തെ പരിപാലിക്കുന്നതാണ് വ്രതം. സസത്യവചനാദ് രാജാ ധർമ്മപാശേന സംയതഃ, ആ ധർമ്മപാശത്തിൽ പെട്ടുപോയി. അത്ര ധർമ്മം, ഉറപ്പ്, സത്യം, ധർമ്മം ഇതിലൊക്കെ പിടിച്ച് നിൽക്കുന്നത് കൊണ്ട് വിഷമം വന്നാലും അത് പറയാതെ വഴിയില്ല. വിവാസയാമാസ സുതം രാമം ദശരഥ പ്രിയം, ആ ദശരഥപ്രിയനായിട്ടുള്ള രാമനെ കാട്ടിലേക്ക് പോകും. രാമൻ വെരി ഒബീഡിയന്റ്. ഇത് ബാലകാണ്ഡത്തില് ഈ ഒരു സർഗം, ഒരു ഔട്ട്ലൈൻ ആണ്. ഞാൻ പറഞ്ഞു, ഇതൊന്നും പെട്ടെന്ന് എന്തോ രാമൻ ജനിച്ചതോടെ രാമന് പരമാവസ്ഥയിൽ വിട്ടൊന്നൊന്നും അല്ല. അതിൻ്റെ ഇടയിലൊക്കെ കഥകൾ നമ്മൾ കാണും. രാമൻ ഈസ് എ വെരി ഒബീഡിയന്റ് ചൈൽഡ്. പറഞ്ഞാൽ അത് ചെയ്യും. കൃഷ്ണൻ അങ്ങനെയല്ല, അത് ചെയ്യല്ലേ കൃഷ്ണ എന്ന് പറഞ്ഞാൽ അതേ ചെയ്യുള്ളൂ, അല്ലേ? വെണ്ണ കേട്ടക്കല്ലേ കൃഷ്ണ, വെണ്ണ കഴിച്ചോണ്ടായിരിക്കും ഇരിക്കണത്, എടുത്തിട്ട് ഇല്ല എന്ന് പറയും. ഇല്ലാമേ, അല്ലേ? ബലരാമൻ പോയി നോക്കിയപ്പോ കൃഷ്ണൻ മണ്ണ് തിന്നണു. ബലരാമൻ പോയി അമ്മയുടെ അടുത്ത് പറയാണ്, യശോദാമ്മ കണ്ണൻ മണ്ണ് തിന്നു എന്ന് പറഞ്ഞു. കണ്ണൻ മണ്ണ് തിന്നു അമ്മ എന്ന്. മണ്ണ് വായിക്കാത്ത വെച്ചിട്ടാണ് പറയണത്. ഞാൻ തിന്നില്ല അമ്മ. ഒരു സൈഡിലോട്ട് മണ്ണ് ഇങ്ങനെ സൈഡിൽ വെച്ചിട്ട് പറയാണ്, ഞാൻ കഴിച്ചില്ല അമ്മ. കുട്ടികളൊക്കെ പറയണുണ്ടല്ലോ. അപ്പൊ പറഞ്ഞു, കുട്ടികളൊക്കെ കള്ളം പറയണോ അമ്മേ? ബലരാമൻ പറഞ്ഞല്ലോ. എന്താന്നറിയില്ല അമ്മ, ബലരാമൻ ചേട്ടനും ഇപ്പൊ കള്ളം പറഞ്ഞു തുടങ്ങി, അല്ലേ?
അതുപോലെയല്ല രാമൻ അങ്ങോട്ട് പോകുമെന്ന് പറഞ്ഞാൽ അങ്ങോട്ട് പോകും, ഇങ്ങോട്ട് വരുമെന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് വരും, ഇത് ചെയ്യുമെന്ന് പറഞ്ഞാൽ ഇത് ചെയ്യും, സ്വിച്ച് അണയ്ക്കും എന്ന് പറഞ്ഞാൽ സ്വിച്ച് അണയ്ക്കും, എന്ത് പറയണോ അത് ചെയ്യും. വെരി ഒബീഡിയന്റ്. കൃഷ്ണൻ അങ്ങനെയല്ല. അതുകൊണ്ട് ആ രാമന് വനവാസത്തിലേക്ക് പോകണമെന്ന് പറഞ്ഞു, ഓക്കെ, ഐ വിൽ ബി ഓക്കെ ഇൻ വനവാസം, ഒന്നും പ്രോബ്ലം ഇല്ല. തിരിച്ചു വരുമെന്ന് പറഞ്ഞാൽ തിരിച്ചു വരും. രാമനും സത്യപരാക്രമം, സത്യവാക്കും ധർമ്മവും. ധർമ്മമാണ് അച്ഛൻ എന്ത് പറയണോ, പിതൃവചനം എന്താണോ അത് കേൾക്കണതാണ്. രാമൻ ഈ പിതൃവചനത്തെ കേട്ടു. വെറുതെ ദേഷ്യം വന്നിട്ടാണെങ്കിലും വാചസ്രവസ് ഗൗതമൻ പറഞ്ഞ വാക്ക് കേട്ടിട്ട് നചികേതസ് ഞാൻ മൃത്യുവിന്റെ അടുത്തേക്ക് പോവുകയാണെന്ന് പറഞ്ഞത്. മൃത്യുവിനാണ് നിന്നെ കൊടുക്കാൻ പോണതെന്ന് ദേഷ്യത്തിൽ പറഞ്ഞു. ഈ കുട്ടി അതിനെ സീരിയസ്ലി എടുത്തു. അതുപോലെ രാമൻ സത്യപരാക്രമമായിട്ട് സീരിയസ്ലി അതിനെ എടുത്തിട്ട് വിവാസയാമാസ സുതം രാമം ദശരഥ പ്രിയം. തുടർന്ന് നമുക്ക് നാളെ കാണാം. ബാക്കി ഭാഗം അധികമായ അങ്ങോട്ട് ശ്രവണം ചെയ്യാൻ പാടായിരിക്കും. പതുക്കെ 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 നമുക്ക് പോവാം. പല അഭിപ്രായങ്ങൾ വരണുണ്ട്. 1 മണിക്കൂർ വേണം, 1.5 മണിക്കൂർ വേണം, 3/4 മണിക്കൂർ ഒക്കെ പറയണുണ്ട്. എത്ര കിട്ടണോ അത്രയും പ്രസാദമായിട്ട് സ്വീകരിച്ച് നമ്മൾ പറയുമ്പോഴൊരാനന്ദം, കേൾക്കുമ്പോഴൊരാനന്ദം. ഇതാണ് രാമകഥാശ്രവണത്തിന്റെ പ്രത്യേകത. അതുകൊണ്ട് ഈ രാമകഥയിൽ നമ്മൾ മുഴുകി ആത്മാർത്ഥമായിട്ട് ഉള്ള ഭക്തി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു അവസരമാണ് നമ്മുടെ പൂർവികരൊക്കെ തന്നിരിക്കുന്നത്. അതുകൊണ്ട് തുടർന്ന് നമുക്ക് നാളെ കാണാം. അരുണാചല ശിവ, അരുണാചല ശിവ, അരുണാചല ശിവ, അരുണാചല, അരുണാചല ശിവ, അരുണാചല ശിവ, അരുണാചല ശിവ, അരുണാചല.